ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2-ലെ ഒരു സ്റ്റോറിയാണ് മോസ്റ്റർനെറ്റ് എന്ന് പറയുന്നത്. ആ മോസ്റ്റർനെറ്റ് എന്ന് പറയുന്ന സ്റ്റോറീൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടന്നാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. അപ്പം എന്താണ്, സ്റ്റോറിയിൽ നിന്നുള്ള കൊടുത്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സീൻ, ഓരോ സീനുകളിലും എന്താണ് സംഭവിക്കുന്നത് എന്ന്. റൈറ്റ് 2 സെൻറ്റൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പം ഈ ചിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ 2 സെൻറ്റൻസിൽ ഇംഗ്ലീഷിൽ എഴുതാനാണ് കൂട്ടുകാർക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സീൻ. റൈറ്റ് 2 സെൻറ്റൻസസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് അത്, എക്സാമ്പിൾ ആയിട്ട് ഒരു സെൻറ്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് അല്ല, അവർ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് ഷട്ടിൽ കമാൻഡർ ചൂസസ് ഇത് മെറ്റിയോർ ഫോർ ദ മിഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, ഷട്ടിലിൻ്റെ കമാൻഡർ നമ്മുടെ സ്മോൾ സൈസ് ആയിട്ടുള്ള മൗസ്, അവൻ്റെ പേരെന്താണ്, മെറ്റിയോർ എന്നാണ്. മെറ്റിയോറിനെ എന്ത് ചെയ്തിരിക്കുന്നു, സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. The shuttle commander chooses Meteor for the mission. Okay, the other astronauts and mice are surprised and excited about the decision. അപ്പം എന്താണ്, മൈസിൻ്റെ കൂടെ നിൽക്കുന്ന കൂടെയുള്ള മറ്റ് മൗസുകളൊക്കെ എന്താണ്, അവർ ആശ്ചര്യമായി പോയി. ഓക്കെ, സർപ്രൈസ് ആൻഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ഓക്കെ, ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും ഈ മെറ്റിയോർ എന്ന് പറയുന്ന ചെറിയ മൗസിനെ സെലക്ട് ചെയ്തതിന് അവർക്ക് ആശ്ചര്യത്തോടെയും ആകാംക്ഷയോടെയും അവർ വെയിറ്റ് ചെയ്യായിരുന്നു. ആരുടെ ഡിസിഷനെ? കമാൻഡറിൻ്റെ ഡിസിഷനെ. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതുക കൂട്ടുകാരെ? ഇത് ഷട്ടിൽ കമാൻഡർ ചൂസസ് ദ മെറ്റിയോർ for the mission. The other astronauts and mice are surprised and excited about the decision. Okay, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് എന്താണ്, ഇവിടെ സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് എന്ത് ചെയ്യാണ്, ടേക്ക് ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാലോ കൂട്ടുകാരെ. The space shuttle blasts off into the sky. അപ്പോൾ എന്താണ്, എർത്തിൽ നിന്ന് എന്താണ് സ്പേസ് ഷട്ടിലിനെ ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യമാണ്. എങ്ങോട്ടേക്കാണ്? ആകാശത്തേക്ക്. വിത്ത് മെറ്റിയോർ ആൻഡ് ആസ്ട്രോനട്സ് ഓൺ ബോർഡ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ളത്? മെറ്റിയോറും ഉണ്ട്, മെറ്റിയോറിൻ്റെ കൂടെയുള്ള ആസ്ട്രോനട്സും ഉണ്ട്. ഓക്കെ, thick clouds surrounded the shuttle as it heads towards the space. അപ്പോൾ എന്താണ്, ബഹിരാകാശത്തേക്ക് പോകുന്ന വഴിക്ക് അവിടെ തിക്കായിട്ടുള്ള ക്ലൗഡ്സുകൾ നമുക്ക് കാണാൻ കഴിയും എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. The space shuttle blast off into the sky with meteor and astronauts on board. Thick clouds surrounds the shuttle as it heads towards the space. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് എന്താ, ഈ സീൻ നമ്മൾ പഠിച്ചതാണ് ചാപ്റ്ററിൽ. എന്താണ്, ബാക്കി എല്ലാ മൗസിനെയും എന്ത് ചെയ്തു, ഒരു കേജിൻ്റെ ഉള്ളിൽ അവർ ക്ലിങ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഏത് സമയത്ത്? സ്പേസ് ഷട്ടിൽ ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്താണ്, മെറ്റിയോർ സ്മോൾ സൈസും വെയ്റ്റ്ലെസ് ആയത് കാരണം അവൻ എന്ത് ചെയ്യുമായിരുന്നു, എൻജോയ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Meteor floats inside the space shuttle due to the zero gravity. ഓക്കെ, അപ്പം നമുക്ക് സ്പേസിൽ എന്തായിരിക്കും, സീറോ ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, ഇത് അതർ മൈസ് വാച്ച് ഹിം ക്യൂരിയസ്ലി ആസ് ഹി മൂവ്സ് ഫ്രീലി ഇൻ സ്പേസ്. നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു, മെറ്റിയോറിന് എന്ത് ഫീൽ ചെയ്തു, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്തു. ഓക്കെ, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്തപ്പം അവൻ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് സ്പേസ് കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സീറോ ഗ്രാവിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. മെറ്റിയോർ ഫ്ലോട്ട്സ് ഇൻസൈഡ് ഇത് സ്പേസ് shuttle due to zero gravity. The other mice watch him curiously as he moves freely in space. Okay,
അടുത്തത് നോക്കിയാലോ കൂട്ടുകാരെ. അടുത്തത് എന്താണ്? കൺട്രോൾ പാനൽ കീ. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൺട്രോൾ പാനലിന്റെ കീ ഒരു ക്രാക്കിന്റെ ഉള്ളിലേക്ക് വീണുപോയി. ആ കൺട്രോൾ പാനലിന്റെ കീ എടുക്കാൻ വേണ്ടി എല്ലാ കമാൻഡേഴ്സും മാക്സിമം ട്രൈ ചെയ്തു. ഓരോരുത്തർ അവരുടെ കൈയിട്ട് എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരു ആസ്ട്രോനറ്റ് എന്താണ് ചെയ്യുന്നത്? മെറ്റൽ പീസ് വെച്ച് അത് എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിൽ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് എന്ത് പറ്റിയില്ല? അത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണ്? പിന്നെ മെറ്റിയോർ മറ്റുള്ള ആസ്ട്രോനട്സിനെ ആ ക്രാക്ക് വഴി ഉള്ളിലേക്ക് സ്ക്യൂസ് ചെയ്ത് പോയിട്ട് ആ കീ എടുക്കുന്ന ഒരു സീനാണ് നമുക്കിവിടെ കാണുന്നത്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നമുക്ക് നോക്കിയാലോ. Meteor squeezes his way into the crack and found the key. All astronauts are happy. എന്താണ്? ആ ക്രാക്കിന്റെ ഇടയിൽ കൂടെ പോയിട്ട് മെറ്റിയോർ കീ എടുത്തുകൊണ്ട് വന്നപ്പോൾ ബാക്കി എല്ലാ ആസ്ട്രോനട്സും ഹാപ്പി ആയിന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തത് എന്താണ്. മെറ്റിയോറിന് എർത്തിലേക്ക് വന്നപ്പോൾ മെറ്റിയോറിനെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? Meteor is declared as a hero. Okay, he got a brand new uniform and official title എന്താണ്? Moustronaut. Okay, അപ്പം ഇത് സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയും എഴുതിയത് സിമ്പിൾ അല്ലേ കൂട്ടുകാരെ? സിമ്പിൾ ആയിട്ട് കൂട്ടുകാർക്ക് ചിന്തിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഇത് വേർഡ് സ്പേസ് ഷട്ടിൽ ആൻഡ് ആസ്ട്രോനട്സ് ആർ റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. ഓക്കെ, അപ്പം സ്പേസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പേസ് മിഷനെ കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് എന്തൊക്കെയാ? സ്പേസ്, ഷട്ടിൽ, ആസ്ട്രോനട്സ് എന്ന് പറയുന്നത്. ഹിയർ ആർ സം മോർ വേർഡ്സ് റിലേറ്റഡ് ടു സ്പേസ് ട്രാവൽ. അപ്പം ബഹിരാകാശത്തിന്റെ യാത്രയെക്കുറിച്ച് കുറച്ചും കൂടെ വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ്. അപ്പൊ ഈ ഓരോ വേർഡ്സിന്റെ മീനിങ് കൂട്ടുകാർ കണ്ടുപിടിക്കണം. അതേപോലെ ഈ വേർഡ് വെച്ചിട്ട് ഒരു സെന്റൻസും ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ വേർഡ് എടുത്ത് ചെയ്താലോ. ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശത്ത് എന്താണ് ആസ്ട്രോനട്സിന് പോയി പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് ഷട്ടിൽ എന്നൊക്കെ പറയുക. എ വെഹിക്കിൾ ദാറ്റ് ട്രാവൽസ് ഇൻ ടു സ്പേസ്. സ്പേസിലേക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടീനെ ആണ് എന്ത് പറയുന്നത്? സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കിയാലോ. ദ സ്പേസ് ക്രാഫ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ഓഫ് ഇൻ ടു ദ സ്കൈ വിത്ത് മെറ്റിയോർ ആൻഡ് ദ ആസ്ട്രോനട്സ് ഓൺ ബോർഡ്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് നമ്മുടെ യൂണിറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം? സെന്റൻസ് ഉണ്ടാക്കാം. അപ്പൊ സ്പേസ് ക്രാഫ്റ്റ് എന്താ ചെയ്യുന്നത്? എർത്തിൽ നിന്ന് സ്കൈയിലേക്ക് ബ്ലാസ്റ്റ് ചെയ്ത് കുതിച്ച് പറക്കുകയാണ്. ആരൊക്കെ കൊണ്ട്? മെറ്റിയോറിനെയും മറ്റുള്ള ആസ്ട്രോനട്സിനെയും കൊണ്ട്. എങ്ങോട്ടേക്ക്? ബഹിരാകാശത്തേക്ക്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് സ്പേസ് ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് എന്താ നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. ലോഞ്ച്. ലോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എന്തെങ്കിലും ഒരു മോഷൻ, എന്തെങ്കിലും ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് ഫസ്റ്റ് എർത്തിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റത്തെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഞ്ച്. സ്പേസ് ലോഞ്ച് എന്ന് പറയുന്നത്. ടു മൂവ് എനി വെഹിക്കിൾ. ഇവിടെ വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താവാം? സ്പേസ് ക്രാഫ്റ്റ് ആവാം. ലോഞ്ച് എന്ന് പറഞ്ഞാൽ ടു മൂവ് എനി വെഹിക്കിൾ എന്നാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുക? ദ സ്പേസ് ഷട്ടിൽ ഈസ് സെറ്റ് ഫോർ എ ലോഞ്ച്. ഓക്കെ, അപ്പൊ സ്പേസ് ഷട്ടിൽ എന്താണ്? റെഡിയായി നിൽക്കുകയാണ്. ബഹിരാകാശത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് ഒരു സെന്റൻസ്. ഇനി അടുത്തത് നോക്കിയാലോ. അടുത്തത് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. സോളാർ സിസ്റ്റം ഒക്കെ അറിയില്ലേ? അപ്പൊ ഈ സോളാർ സിസ്റ്റത്തിലൊക്കെ ഉള്ളൊരു കാര്യമാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓർബിറ്റ് ഇസ് എ റെഗുലർ റിപ്പീറ്റിംഗ് പാത്ത് that one object in space takes around one another. ഇപ്പൊ എന്താണ്? ഇപ്പൊ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഭൂമി കറങ്ങുന്നതിന് ഒരു എന്താണ്? പാത്ത് ഉണ്ട്. പാത്ത് അല്ലെ? ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർബിറ്റ് എന്ന് പറയാ. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന സമയത്ത് ഭൂമി ഒരു എന്താണ്? പർട്ടിക്കുലർ പാത്ത്, സർക്കുലർ പാത്തിലൂടെയാണ് സൂര്യന്റെ ചുറ്റും കറങ്ങുക. ആ പർട്ടിക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർബിറ്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ സെന്റൻസ് തന്നെ എഴുതാം.
എർത്ത് ഓർബിറ്റ്സ് അറൗണ്ട് ദ സൺ. എന്താണ്? ഭൂമി സൂര്യന് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. എർത്ത് ഓർബിറ്റ്സ് അറൗണ്ട് ദ സൺ എന്ന് നമുക്കൊരു സെന്റൻസ് ആയിട്ട് എഴുതാം. അപ്പം വേർഡ് മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെന്റൻസ് ഇവിടെ നിന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയാലോ. സ്കൈ വാക്ക്. എന്താണ് സ്കൈ വാക്ക് കൂട്ടുകാരെ? സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ഒരു പ്രതലം, ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോൾ എന്താണ്, ഭൂമിയുടെ സർഫസ് അല്ലെങ്കിൽ മേൽഭാഗത്ത് കൂടെ നമ്മുടെ കാല് വെച്ചാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രതലം, നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രതലം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും എന്തിലായിരിക്കും? വായുവിലായിരിക്കും. നമുക്ക് സീറോ ഗ്രാവിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭാരമില്ലായ്മ തോന്നും, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അപ്പം എന്താണ്, നമുക്ക് ഈ എന്താ പറയുക, ഈ പക്ഷികൾ പറക്കുന്ന പോലെ സിമ്പിളായിട്ട് എന്താണ് ഇങ്ങനെ പറന്ന് അല്ലെങ്കിൽ ഇങ്ങനെ അതിനെയാണ് എന്ത് പറയുക, ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാതെ ഈ വായു കൂടെ, സ്പേസിന്റെ എയറിൽ കൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കൈ വാക്ക് എന്ന് പറയുക. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 2 ആസ്ട്രോനട്സ് ഓരോരോ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ ഒരു സ്പേസിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പേസിൽ ഇത് സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ എന്താണ് അവര് പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഈ ആസ്ട്രോനട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ നടക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ അവർ ഓരോരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ എവിടെ ചെയ്യാണ്? സ്പേസിൽ ചെയ്യാണ്. ഓക്കെ, അപ്പം സ്കൈ വാക്കിന്റെ മീനിങ് എന്താ? വെൻ ആസ്ട്രോനട്സ് ഗെറ്റ് റെഡി ടു ഗോ ഓൺ എ സ്പേസ് വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിൽ കൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ സ്കൈ വാക്ക് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്താലോ. ആസ്ട്രോനട്സ് കണ്ടക്ട് സ്പേസ് വാക്സ് ആൻഡ് എക്സ്പെരിമെന്റ്സ് ഇൻ ദി സ്പേസ്. ബഹിരാകാശത്ത് എന്താണ്? ബഹിരാകാശ സഞ്ചാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പേസ് വാക്കും ചെയ്യുന്നുണ്ട്, അതേപോലെ വിവിധ തരം എക്സ്പെരിമെന്റ്, പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയാലോ. അടുത്തത് റോക്കറ്റ്. ഓക്കെ, അപ്പൊ ഈ സ്പേസ് ഷട്ടിൽ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് പോലെ ഉള്ള ഒരു വെഹിക്കിൾ ആണ് റോക്കറ്റ്. ഓക്കെ, എ സ്പേസ് വെഹിക്കിൾ, അത് എന്താണ്? ബഹിരാകാശത്ത് പോകുന്ന ഒരു വെഹിക്കിൾ ആണ്. ഓർ മിസൈൽ. ഓക്കെ, ഓർ is a special engine that meant to propel such a vehicle into the air. അപ്പോൾ എന്താണ്? നമ്മുടെ എയറിലേക്ക് പ്രൊപ്പൽ ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെഹിക്കിൾ, ബഹിരാകാശത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു വെഹിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? റോക്കറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു റോക്കറ്റ് വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കുക? ദ കൗണ്ട് ഡൗൺ ടു ദ റോക്കറ്റ് ലോഞ്ച് വിൽ ബിഗാൻ അറ്റ് 9 AM. ഓക്കെ, അപ്പൊ റോക്കറ്റ് ബഹിരാകാശത്ത് വിടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് കൗണ്ട് ഡൗൺ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് നമുക്ക് ഒരു സെന്റൻസ് ആയിട്ട് എഴുതാവുന്നതാണ്. കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ. Look at the pictures and their description. Write the suitable words for each description. One has been done for you. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. കീപ്സ് ദ ബോഡി. ഇപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ശരീരമുള്ളൊരു ക്ലോത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കീപ്സ് ദ ബോഡി സേഫ് ആൻഡ് കംഫർട്ടബിൾ ബൈ മെയിൻറ്റെയിനിങ് പ്രഷർ. ഓക്കെ, എന്താണ്? നമ്മുടെ ശരീരം സേഫ് ആക്കി വെക്കാനും കംഫർട്ടബിൾ ആയിട്ട് വെക്കാനും അതേപോലെ പുറത്തുള്ള വൾണറബിൾ ആയിട്ടുള്ള പ്രഷർ തടയാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇതിന് എന്താണ് നമ്മൾ പറയുക? സ്പേസ് സ്യൂട്ട് എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ സ്പേസിൽ പോകുമ്പം അവിടെ ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റിക് ഇതായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ ജീവിച്ച് നമുക്ക് നല്ല ശീലമുണ്ട്. പക്ഷെ എന്താണ്? നമുക്ക് ബഹിരാകാശത്ത് ജീവിച്ച് അവിടുത്തെ കണ്ടീഷനായിട്ട് നമുക്ക് ഒരിക്കലും പോവാൻ പറ്റില്ല. അപ്പം അതിനെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പേസ് സ്യൂട്ട് എന്ന് പറയുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താണ്? ഗ്ലൗസ് ആണ്. ഇത് കണ്ടാലേ, ഈ പിക്ചർ കണ്ടാലേ നമുക്കറിയില്ലേ ഗ്ലൗസ് ആണെന്ന്. ക്യാൻ ഹാൻഡിൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഈസിലി. അപ്പൊ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ പരിക്കൊന്നും പറ്റാതെ നമുക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഗ്ലൗസ്. ഓക്കെ, ഇനി ഇതെന്താ സാധനം? ഇത് കണ്ടാലേ നമ്മൾ പറയും, ബോയ്സും ഗേൾസും ഒക്കെ പറയും ഇതെന്താണ്? ബൂട്ട്സ് ആണ്. ഓക്കെ, helps astronaut to walk safely and stay balanced. അപ്പം ബഹിരാകാശത്ത് ബാലൻസ് ചെയ്ത് നിൽക്കാനും അതേപോലെ നടക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ബൂട്ട്സ്.
ഇത് സ്പേസ് ട്യൂബ്. പിന്നെ അടുത്തത് നോക്കിയാലോ, ഇത് നമുക്ക് കണ്ടാലേ അറിയാം ഹെൽമെറ്റ് ആണ്. നമുക്ക് കണ്ടാലേ അറിയുന്നത് നമ്മൾ നോർമലി ലൈഫിൽ എന്താണ് ബൈക്കിൽ പോകുമ്പം നമ്മുടെ ആക്സിഡന്റ് ഉണ്ടായാലും നമ്മുടെ തലയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഹെൽമെറ്റ്. അതേപോലെ തന്നെയാണ് ബഹിരാകാശത്ത് പോകുമ്പം എന്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ബ്രൈറ്റ് സൺലൈറ്റ് ആൻഡ് ഹെൽപ്സ് വൺ സീ ക്ലിയർലി. അപ്പം എന്താണ് സൂര്യൻ, അപ്പം ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സൂര്യൻ്റെ അടുത്തേക്കൊക്കെ ചില സമയത്ത് പോകേണ്ടി വരും ബഹിരാകാശത്ത്. അപ്പം ആ ചൂടിൽ നിന്ന് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ തലയെയും എന്താണ് സെക്യൂർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഹെൽമെറ്റ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്താണ്? പസിലാണ്. അപ്പൊ കൂട്ടുകാർക്ക് പസിൽ എന്താന്ന് നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഇതേപോലത്തെ പസിൽസ് ഒക്കെ കളിക്കുടുക്കയിലും കളിക്കുടുക്കയിൽ ഇഷ്ടം പോലെ പസിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സുഡോക്കു എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറുകളിലൊക്കെ കുറെ പസിൽസ് വരാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പസിൽസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. റീഡ് ദ ക്ലൂസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിൽ. അപ്പോൾ ക്രോസ്വേർഡ് പസിൽസ് ആണിത്. ഓക്കെ, ഇവിടെ ക്രോസും ഉണ്ട് ഡൗണും ഉണ്ട്. യു ക്യാൻ റെഫർ ദ സ്റ്റോറി മോസ്ട്രോനട്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്റ്റോറി ആയിട്ടുള്ള മോസ്ട്രോനട്ട് റെഫർ ചെയ്യാൻ പറ്റാവുന്നതാണ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒറ്റൊരെണ്ണം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വെയ്റ്റ്ലെസ്നെസ് എന്നാണ് നാലാമത്തത് നമുക്ക് നോക്കിയാലോ. ദ അതർ മൈസ് ക്ലിങ് ടു ദർ കേജ് ഇൻ ടെറർ ബട്ട് മെറ്റ്യോർ ലവ്സ് ഇത് ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ് എന്ന് നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വെയ്റ്റ്ലെസ്നെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ദർ ഇസ് എ ഡാഷ് ഡ്യൂറിങ് ദ ലോഞ്ച്. നമ്മൾ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദർ ഇസ് എ ഗ്രേറ്റ് പ്രഷർ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷറിന്റെ സ്പെല്ലിംഗ് ഇതിൽ ആപ്റ്റ് ആവുമോ നോക്കിയാലോ. PRESSURE. ഓക്കെ, അപ്പൊ പ്രഷർ കറക്റ്റ് ആണ്. ഓക്കെ, ക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും. അപ്പോൾ 1 എന്ന് പറയുന്നത് ക്രോസ് ആണ്. ഇനി സെക്കൻഡ് 1 2 എന്താ നോക്കാം. ഇത് വെഹിക്കിൾ ദാറ്റ് ക്യാരീസ് ആസ്ട്രോനട്സ് ആൻഡ് മൈസ് ടു സ്പേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഷട്ടിൽ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, റോക്കറ്റ്സ് ഒക്കെയാണ് എന്ത് ആസ്ട്രോനട്സിനെ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം ഏതാണ്. ഇവിടെ ടി ഉണ്ട്, അപ്പം ഷട്ടിൽ ആവാൻ ചാൻസസ് ഉണ്ട്. നമുക്കൊന്ന് സ്പെല്ലിംഗ് നോക്കാം. SHETTLE. ഓക്കെ, അപ്പൊ ഷട്ടില് കറക്റ്റ് ആണ്. ഇവിടെ എന്താണ് പ്രഷറാണ്, ഡൗൺ എന്താണ് ഷട്ടിലാണ്. ഇനി നാലാമത്തെ ഓൾറെഡി അവരിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഈ ഭാഗവും നോക്കാം. TTLE. അപ്പൊ ഇവിടെ ഇ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടുത്തെ ഒരു ലെറ്റർ നമുക്ക് ഇ എന്ന് കിട്ടി. ഇനി ആറാമത്തെ എന്താ നോക്കിയാലോ. ദ നെയിം ഓഫ് മൗസ് ചോസൺ ഫോർ ദ മിഷൻ. അപ്പൊ മിഷന് വേണ്ടി സെലക്ട് ചെയ്ത മൗസിന്റെ പേരെന്താണ്? മെറ്റിയോർ ആണ്. ഓക്കെ, അപ്പം മെറ്റിയോർ METEOR കറക്റ്റ് ആണ്. ഷട്ടിൽ SHETTLE. അപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 6th വൺ എന്താണ്? മെറ്റിയോർ ആണ്. പിന്നെ 5 എന്താ നോക്കാം. ഡൗൺ എന്താ? ഇത് നമ്പർ ദാറ്റ് ബിഗിൻസ് ഇത് ലോഞ്ച് കൗണ്ട് ഡൗൺ. ലോഞ്ചിന്റെ കൗണ്ട് ഡൗണിൽ അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്? 10 9 8 അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 10. അപ്പൊ എന്താണ്? TEN ആണ് 5 വരിക. ഓക്കെ, ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തത് എന്താണ്? എ ടൈറ്റിൽ ഗിവൺ ടു മെറ്റിയോർ ആഫ്റ്റർ സേവിങ് ദ മിഷൻ സക്സസ്ഫുൾ ആയപ്പോൾ മെറ്റിയോറിന് നമുക്ക് എന്ത് പേരാണ് നമ്മൾ കൊടുത്തത്? മോസ്ട്രോനട്ട് എന്നാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ മോസ്ട്രോനട്ടിന്റെ സ്പെല്ലിംഗ് ഇവിടെ തന്നെയുണ്ട്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. MOUS കറക്റ്റ് ആണ്. ETRONAUT. ഓക്കെ, അപ്പം മോസ്ട്രോനട്ട് എന്നാണ് ഇവിടെ വരിക. പിന്നെ ഏഴാമത്തെ നോക്കാം. ഏഴാമത്തെ എന്താ? ഇത് ആസ്ട്രോനട്ട് വർക്ക്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ആസ്ട്രോനട്ട്സ് വർക്ക് ഇൻ ദ ഓർഗനൈസേഷൻ. ആസ്ട്രോനട്ട്സ് ഒക്കെ ഏത് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? നാസ. ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ നാസ, NASA. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇതിന്റെ സ്പെല്ലിങ്സ് എല്ലാം കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഈ സ്പെല്ലിങ്സ് എല്ലാം എഴുതിയിട്ട് ഫില്ല് ചെയ്യാം. ക്രോസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കണം. ഡൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്ലൂ തന്നത് നോക്കിയിട്ട് എഴുതണം. ഓക്കെ,
അപ്പം ഞാനിത് ഫില്ല് ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരതൊന്ന് ശ്രദ്ധിച്ച് ട്രൈ ചെയ്തിട്ട് ഇത് നോക്കി എഴുതുക. അപ്പം എന്താണ് ഈ ചാനൽ അല്ല ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.